കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണെന്നും കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസമാണെന്നും കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാനുള്ള തൻ്റെ ആവശ്യം കോൺഗ്രസ് നിഷേധിച്ച പശ്ചാത്തലത്തിലാണ് സുധാകരൻ്റെ പുതിയ പ്രതികരണം. ഡൽഹിയിൽ നടന്ന സീറ്റ് ചർച്ചയിൽ അതൃപ്തി രേഖപ്പെടുത്തി അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. KPCC മുൻ അധ്യക്ഷൻ്റേതാണ് ഈ പുതിയ പ്രതികരണം. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കെ സുധാകരൻ ഏറെ വികാരപരമായാണ് ഫേസ്ബുക്കിലൂടെ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂർ തൻ്റെ ഹൃദയരക്തമാണ്, കണ്ണൂരിനെ വിട്ട് തനിക്ക് പോകാനാവില്ല എന്നൊക്കെ കെ സുധാകരൻ കുറിക്കുമ്പോൾ അത് എന്തിൻ്റെ സൂചനയാണ് പ്രജിത്ത് മോഹനൻ? സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കില്ല എന്ന് ഉറപ്പിച്ചതോടെയാണ് കെ സുധാകരൻ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയത്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത് താൻ എങ്ങനെയാണ് കണ്ണൂരിൽ ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തത്, ഈ പാർട്ടിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. CPM-ഉമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ദീർഘകാലത്തെ ഈ സംഘർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുടെ ജീവനും അവർക്ക് പരിക്കുകളും ഒക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളും ആ സമയത്ത് നേരിട്ട് മുന്നിലിറങ്ങി നിന്ന് പാർട്ടിയെ നയിച്ചതുമെല്ലാം ഓർമ്മപ്പെടുത്തുക സുധാകരൻ ചെയ്യുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ചില വരികൾ ഏറെ പ്രസക്തവുമാണ്. പ്രത്യേകിച്ച് ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ പ്രവർത്തകരെ സംരക്ഷിച്ചു താൻ എന്നുള്ളതും കണ്ണൂരിൻ്റെ കനൽ വഴികളിൽ നെഞ്ചുവിരിച്ച് നിന്ന ആളാണ് കെ സുധാകരൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഒരു പരിധിവരെ അതൊക്കെ യാഥാർത്ഥ്യവുമാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിട്ട് എതിർത്ത് നിന്ന് കോൺഗ്രസിന് ശക്തമായ അടിവേര് കണ്ണൂരിലുണ്ടാക്കിയ രാഷ്ട്രീയ നേതാവുമാണ് കെ സുധാകരൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് താൻ. തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിലെ വേദന തന്നെയാണ് കെ സുധാകരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ഈ കണ്ണൂരിലെ കെ സുധാകരൻ്റെ വസതിയിലേക്ക് സുധാകരൻ്റെ അനുയായികളേക്കൂടൊക്കെ എത്താൻ ആഹ്വാനം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ശക്തി പ്രകടനമടക്കം കാണാനുള്ളൊരു സാധ്യതയുണ്ട്. സുധാകരൻ്റെ വീട്ടിലേക്ക് കൂടുതൽ അണികൾ എത്തിച്ചേരാനുള്ള സാധ്യതയും അവർ സുധാകരൻ്റെ പിന്തുണ നൽകുന്ന സാഹചര്യവുമൊക്കെ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ തനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ തനിക്ക് എത്രത്തോളം ശക്തിയുണ്ട് കണ്ണൂരിൽ എന്നൊക്കെ കാണിക്കുകയാണ് അദ്ദേഹം അതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് തർക്കമില്ലാതെ പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ വിവിധ MP-മാർ തങ്ങൾക്ക് മത്സരിക്കണം, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉയർത്തി നിൽക്കുമ്പോൾ അതിൽ കെ സുധാകരനെ പോലെ വളരെ സീനിയറായിട്ടുള്ള കരുത്തനായിട്ടുള്ള ഒരു നേതാവ് കൂടി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വളരെ പ്രതിസന്ധിയിലാണ് എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനമായി മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി നേരിട്ട് കെ സുധാകരനുമായി സംസാരിക്കും എന്നുള്ളതാണ്. പക്ഷേ കെ സുധാകരൻ എത്രത്തോളം അതിൽ വഴങ്ങുമെന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ഇത്ര വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ, ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്നുള്ളതൊക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിൽ സുധാകരന്റെ വസതിയിലേക്ക് എത്താൻ പ്രവർത്തകർക്കടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അതൊരു പാർട്ടിക്ക് മുന്നിൽ ഒരു വെല്ലുവിളി പോലെ നിൽക്കാൻ സുധാകരൻ ഒരുങ്ങുന്നുവോ എന്നുള്ള സംശയവും ഈ ഘട്ടത്തിൽ ജനിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സീറ്റ് നിർണയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ കോൺഗ്രസിനെ വല്ലാണ്ട് പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിനോദ്, അതെ, വ്യക്തമാണ്. കെ സുധാകരന്റെ നിലപാടുകൾ കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കണമെന്നുള്ള കെ സുധാകരന്റെ ആവശ്യം കോൺഗ്രസ് ദേശീയ നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുന്നു. MP-മാർ ആരും മത്സരിക്കേണ്ട എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. പക്ഷേ സുധാകരൻ രണ്ടും കൽപ്പിച്ചാണ്. അതിൻ്റെ മുന്നോടിയായാണ് ഫേസ്ബുക്കിലെ ഈ കുറിപ്പ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും പ്രജിത്ത് മോഹനൻ.